സ്റ്റാൻലി സാർ, നമുക്കറിയാം പണ്ട് EMSന്റെ കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഏതെങ്കിലും ആചാരമോ വിശ്വാസപരമോ ആയിട്ടുള്ള ചില കാര്യങ്ങളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗക്കാരാണ് എന്ന വലിയൊരു ആരോപണം. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ അടുത്ത കാലത്ത് വരെ അത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇപ്പോഴിതാ നമ്മുടെ മുന്നിൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം കത്തി നിൽക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യം കട്ടിളപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദ്വാരപാലക ശില്പം അതിന് ചേരുന്നില്ല, യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അടർത്തി മാറ്റിക്കൊണ്ടുപോയി. അത് പിന്നെ തന്ത്രിയുടെ മേലായി കുറ്റം. അതിന്റെ ഇടയ്ക്ക് പോറ്റി എത്രയൊക്കെ ശ്രമിച്ചാലും തന്ത്രിയുടെ സമ്മതം വേണമായിരുന്നു എന്ന തരത്തിൽ തന്ത്രിക്ക് നേരെ ഇത് ഏറ്റവും ഒടുവിൽ വിരൽ ചൂണ്ടുന്നു. അങ്ങനെ പോകുന്നു ശബരിമലയിലെ വിവാദം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഏറ്റവും ഒടുവിൽ ചില ഹിന്ദു നാമധാരികളായ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഒരു സമ്മതമില്ലാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല, ഒരു ഈച്ച പോലും പറക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ പണ്ട് മുതലേ നടന്നിരുന്ന, അതായത് ഹിന്ദുവിന്റെ ആചാര വിശ്വാസ പ്രകാരം അമ്പലങ്ങളൊക്കെ തച്ചുടയ്ക്കുന്നതിൽ, നശിപ്പിക്കുന്നതിൽ, കൊള്ള നടത്തുന്നതിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്ന് കേൾക്കുന്ന പരാമർശം അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ശബരിമലയുടെ ഏറ്റവും ഒടുവിലെ ഈ വിവാദത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെ സ്റ്റാൻലി സാർ എങ്ങനെ വിലയിരുത്തും? ഇത് നമ്മൾ ഇച്ചിരി പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. 1936 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. EMSന്റെ ഒക്കെ നേതൃത്വത്തിൽ ആൻഡ്രയ്ക്കും ഉണ്ടായിരുന്ന പറയുന്നത്. എന്താണെങ്കിലും അവരാദ്യമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലുള്ള ഒരു പ്രധാന ശത്രുവായിട്ട് കണ്ടത് ക്രിസ്തു മതത്തെയാണ്, ക്രിസ്ത്യാനികളെയാണ്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഹിന്ദുക്കളുടെ വിശ്വാസവും അമ്പലത്തിൽ പോക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിഘാതമാണെന്ന്. അപ്പൊ അവര് തീരുമാനിച്ചൊരു തീരുമാനം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെയും ഇന്നത്തെയും തീരുമാനം. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. RSSും കാസയും കൂട്ടുകാരാണെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നതിന്റെ കള്ളത്തരവും അത് തന്നെയാണ്. അതായത് 1936 തുടങ്ങി ഇവർ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. അവരൊരു വലിയൊരു ആരോപണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടത് പ്രസ്ഥാനങ്ങളും എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിമല കത്തിച്ചത് ക്രിസ്ത്യാനിയാണ്, ശബരിമല കൊള്ളയടിച്ചത് ക്രിസ്ത്യാനിയാണ്, അവിടുത്തെ വിഗ്രഹം വെട്ടിയത് ക്രിസ്ത്യാനിയാണ്, അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിയാണെന്നാണ് EMSും പാർട്ടിയും ഇത്രയും നാളായിട്ട് ഇവിടുത്തെ ഇടത് പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇതേപ്പറ്റി പഠിച്ചപ്പോൾ ഇവര് ഒരു വ്യാജ കമ്മീഷനെയൊക്കെ വെച്ച് ആ കമ്മീഷനെ കൊണ്ടൊരു വ്യാജ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിച്ച് അവിടെ കപ്പയിടാൻ പോയ കുറെ പാവം ക്രിസ്ത്യാനിയുടെ പേരൊക്കെ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചു. അവിടെ മഹാരാജാവ് നാട്ടിലെ 2ാം നവമായുധ കാലത്ത് പഞ്ഞവും പട്ടണിയും വന്നപ്പോൾ കാട് തെളിച്ച് കപ്പയിടാൻ പറഞ്ഞു. ക്രിസ്ത്യാനിക്ക് മക്കളുണ്ടായിരുന്നുകൊണ്ടും പണിയാൻ അവർക്ക് കൃഷി ഇഷ്ടമായിരുന്നുകൊണ്ടും അവരവിടെ എവിടെയൊക്കെ പോയി വല്ല കപ്പയിടുവോ കുരുമുളകോ ചേമ്പോ ചേനയോ വല്ലോ നടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കൃഷിക്കാരായ ആൾക്കാരുടെ പേരിൽ ഒരു വ്യാജ കേസുണ്ടാക്കിയിട്ട് അത് അധികാരം കിട്ടിയാൽ അവരെ എല്ലാം അറസ്റ്റ് ചെയ്യും, തുറുങ്കിലടയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം ഇതിലൊന്നും തെളിവില്ലായിരുന്നു. ഇതെല്ലാം വ്യാജ ആരോപണമായിരുന്നു. ഒരു കേസും നടപടിയും ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആരോപണം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല എന്നുള്ള പേര് വരുമ്പോഴേ പറയും യഥാർത്ഥത്തിൽ അങ്ങോട്ടൊരു ക്രിസ്ത്യാനിയും പോയിട്ടുമില്ല, അങ്ങോട്ടൊരു ക്രിസ്ത്യാനി അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അത് നശിപ്പിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഗുണവുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം പോലും കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിക്കില്ല. ഒരു അമ്പലം നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അതിന്റെ ആചാരങ്ങൾ തടയണമെന്നോ ഉള്ള ഒരു ആഗ്രഹം കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിക്കും ഈ 2000 വർഷമായിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് ആർക്കാ? ജിഹാദിക്കും കമ്മ്യൂണിസ്റ്റുമാണ്. ഇങ്ങോട്ട് വന്ന ടിപ്പു, വാര്യംകുന്നൻ ഇവരൊക്കെയാണ് അമ്പലം നശിപ്പിച്ചത്. ഒരമ്പലം നശിപ്പിച്ചാൽ അത്രയും നല്ലതാണെന്ന് ഇവിടെ പാർട്ടി കൂടെ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് മൊത്തം കമ്മ്യൂണിസ്റ്റുകളാണ്. അമ്പലം നശിപ്പിക്കണമെന്നും ആചാരങ്ങൾ നശിപ്പിക്കണമെന്നും ഒരു വിളക്ക് പോലും കത്തിക്കരുത്, ആ എണ്ണ കൊണ്ട് പപ്പടം കാച്ചണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മുഴുവൻ അമ്പലങ്ങളും കൊള്ളയടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ അമ്പലങ്ങളും ഈ ദേവസ്വം ബോർഡിൽ കുത്തിയിരിക്കുന്ന കമ്മികൾ കൊള്ളയടിച്ചിരിക്കുകയാണ്. സ്വർണവും വെള്ളിയും കിട്ട പണവും എല്ലാം മൊത്തം കൊള്ളയടിച്ചു. വ്യാജമായിട്ട് ബില്ലുണ്ടാക്കി ഒരു പണിയും നടത്താതെ അത് കൊള്ളയടിച്ചു. പിന്നെ ഉള്ള കമ്മികളെ മൊത്തം ദേവസ്വം ബോർഡിലും ജോലിയിലും തിരികെ കയറ്റി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിച്ചു. അപ്പൊ ഇപ്പൊ സത്യം ഇതുപോലെ പുറത്തു വന്നു, മുഴുവൻ പാർട്ടിക്കാരാണ് കൊള്ളയടിച്ചതെന്ന് പുറത്തു വന്നു, ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തോടും ക്രിസ്ത്യാനികളോടും കൃഷിക്കാരോടും മാപ്പ് പറയുക. ഞങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 70 വർഷമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. അമ്പലം കത്തിച്ചതും അമ്പലം ഇതിനുമെല്ലാം ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. ക്രിസ്ത്യാനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല.
ക്രിസ്ത്യാനി അമ്പലത്തിലല്ല പള്ളിയിലാണ് പോകുന്നത്. ഈ കാര്യം ഇനി ഇതിനകത്തൊരു പശ്ചാത്തലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പരസ്യമായിട്ടും രഹസ്യമായിട്ടും EMSന്റെ കാലത്തും പിന്തുണ കൊടുത്ത ഒരു സംഘടനയുണ്ട്, ലീഗ്. പമ്മി ഇരിക്കുക. എല്ലാ കാര്യത്തിനും മതിൽ കെട്ടാനൊക്കെ പോയതാ. ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ മതിൽ കെട്ടാൻ പോയതാ ലീഗും SDPIയും ജിഹാദി എല്ലാം. ഇപ്പൊ സ്വർണം പോയിട്ട് ഒന്നും മിണ്ടാനില്ല. അപ്പൊ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞതെല്ലാം, ഈ നവോത്ഥാനം എന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റും ലീഗും ജിഹാദികളും കൂടെ കേരളത്തിൽ നവോത്ഥാനം എന്നും പറഞ്ഞ് മതിൽ കെട്ടിയതെല്ലാം അമ്പലം കൊള്ളയടിക്കാനായിരുന്നു, ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാനായിരുന്നു, ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനായിരുന്നു. അപ്പൊ ആ പരിപാടി എല്ലാം പൊളിഞ്ഞു പോയി. ഇനി ഇതേപ്പറ്റി ശരിക്കും ഒരു CBI അന്വേഷണമാണ് വേണ്ടത്. കാരണം ഈ അമ്പലത്തിലെ ഇത്രയും കോടികൾ വിലമതിക്കുന്ന സ്വർണം എങ്ങോട്ട് പോയി? അത് കട്ടെടുത്തത് ആര്? ഇനി ഈ കട്ടെടുത്ത പണം ഏതെങ്കിലും ഭീകരാക്രമണത്തിനോ ഭീകരന്മാരുടെ കയ്യിലോ ചെന്ന് പെട്ടിട്ടുണ്ടോ? കാരണം കമ്മിയും ജിഹാദിയും ഒറ്റക്കെട്ടാണ്. ഇതിന്റെ അകത്ത് വേറെ മതക്കാരും കൂടിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം ശബരിമലയുടെ പരിശുദ്ധി ഇല്ലാണ്ടാക്കാനും അതിന്റെ വിഗ്രഹത്തെ അതിനെയെല്ലാം കളങ്കപ്പെടുത്താനും ഇവർ ശ്രമിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആ ഗവൺമെന്റിനും കൃത്യമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അവർ 10 വർഷം കൊണ്ട് ഇതിനെ നശിപ്പിക്കാനുള്ള എല്ലാ ആസൂത്രിത ശ്രമം, വലിയ പ്ലാനിങ് നടത്തി, വലിയ തിരക്കഥയുണ്ടാക്കി, കഥയുണ്ടാക്കി, നാടകം കളിച്ചാണ് ഇതെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കി ഒറിജിനൽ ഒപ്പും കള്ളയൊപ്പുകൾ വിട്ട് ആരും അറിയാതെ കാരണം ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല ഇതിന്റെ അകത്ത് കൂട്ടു നിന്നിട്ടുള്ളവരുണ്ട്, ഇതിന്റെ അകത്ത് പെട്ടുപോയവരുണ്ട്. പെട്ടുപോയവർക്ക് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനം CBI അന്വേഷണം വഴി ഉണ്ടാക്കണം. ഇതിന്റെ അകത്ത് അവർക്ക് മാപ്പുസാക്ഷിയാകേണ്ടവർക്കും സാക്ഷിയാകേണ്ടവർക്കും. ഇല്ലെങ്കിൽ ഇവരെയൊക്കെ സൂത്രത്തിൽ ഇല്ലായ്മ ചെയ്യും. ഇതിലെ മെയിൻ ഇതിന്റെ അകത്ത് പേര് വന്നിട്ടുള്ള പലരും അധികം താമസിയാതെ പടപടയെന്ന് മരിച്ചു വീഴും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെളിവൊന്നും അങ്ങനെ അവശേഷിപ്പിക്കത്തില്ല. അവരുടെ ലോകത്തിലെ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം അവരുടെ പേരിൽ കേസ് തെളിയുമെന്ന് വന്നാൽ അവർ കൂടെ നിൽക്കുന്നവനെ തന്നെ ഇല്ലാണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് CBIയെയോ NIAയോ ഈ കേസ് ഏൽപ്പിക്കണം. എന്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയൊരു കൊള്ള കേരളത്തിൽ 10 വർഷം എല്ലാ അമ്പലത്തിലും നടന്നിട്ട് ഇപ്പോഴാണ് ഇത് അറിയ പോകുന്നത്? അതുപോലെ തന്നെ ഇവിടെ പ്രസാദം പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ബംഗാളികളെ കൊണ്ടും ബംഗ്ലാദേശികളെ കൊണ്ടും ഒക്കെയാണ്. എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. മുഴുവൻ കള്ളത്തരമായിരുന്നു. ഇതിന്റെ പരിശുദ്ധി മുഴുവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഇതിന്റെ അകത്ത് അന്വേഷണം, കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണം വേണം. പിന്നെ ഇടതു മുന്നണിക്ക് ഈ കള്ളത്തരം എല്ലാം ചെയ്യാൻ കോൺഗ്രസും വലതു മുന്നണിയും UDFും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവരുടെ കൂടെ പിന്തുണയോടെയാണ് LDF ഇത് ചെയ്തിരിക്കുന്നത്. കാരണം UDF ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഈ അമ്പലത്തിനെതിരെയുള്ള ആക്ടിവിറ്റികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ LDFും UDFും കൂടെ ഹിന്ദുക്കളെയും ഹിന്ദു വിശ്വാസത്തെയും അമ്പലത്തെയും അവിടുത്തെ സമ്പത്തിനെയും അനുഷ്ഠാനങ്ങളെ എല്ലാം തകർക്കാനുള്ള ശ്രമമാണ് 2004 UPA ഗവൺമെന്റ്, കേന്ദ്രത്തിലെ UPA ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണ് സനാതനത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ള പരിപാടി. ആ സനാതനത്തെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയുടെ ഒരു എക്സ്റ്റൻഷനാണ് LDFും UDFും ജിഹാദിയും കൂടെ ഈ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളെല്ലാം. അതിനകത്ത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. പ്രതികളെല്ലാം കമ്മ്യൂണിസ്റ്റുകളാണ്. അത് അവരുടെ പോസ്റ്റ്, ദേവസ്വം ബോഡി പോസ്റ്റ് ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോസ്റ്റ് ഉണ്ടെങ്കിലും അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇതിനകത്തെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMഉം രണ്ടാം പ്രതി കേരള ഗവൺമെന്റുമാണ്. ബാക്കിയെ മൂന്നാം പ്രതികളെ ലിസ്റ്റിൽ വരുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് കേന്ദ്രം അന്വേഷിക്കേണ്ടതാണ്. ഹൈക്കോടതിയെ കബളിപ്പിക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവ് നശീകരണ യജ്ഞമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സാക്ഷി നശീകരണ യജ്ഞവും തുടങ്ങും. തെളിവ് നശീകരണം കഴിഞ്ഞു കഴിയുമ്പോൾ സാക്ഷി നശീകരണം തുടങ്ങും. അപ്പോൾ ഇതിനകത്തെ മെയിൻ പ്രതികൾ ആരോപിക്കപ്പെടുന്നവരും പല ആൾക്കാരും ചത്തുവീഴും. അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പിൽ തന്നെ കേന്ദ്ര ഏജൻസി വരണം, കൃത്യമായിട്ട് ഈ അന്വേഷണം ഏറ്റെടുക്കണം. എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള പ്രതിഷേധം അനാവശ്യമായിട്ട് കഴിഞ്ഞ 70 വർഷം ക്രിസ്ത്യാനികളെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ആ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കമ്മ്യൂണിസം ഡെവിൾ, ആ കമ്മ്യൂണിസം ഡെവിൾ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ മോഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ് മോഷ്ടാക്കളും കമ്മ്യൂണിസ്റ്റ് ഡെവിൾസ് ആണ്. ലിസ്റ്റിലോട്ട് അനേകം 100 കമ്മ്യൂണിസ്റ്റുകൾ കയറാൻ പോവുകയാണ്. എല്ലാ അമ്പലത്തിന്റെ ലിസ്റ്റ് വരുമ്പം ഏകദേശം 10,000-ഓളം കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരായിരിക്കും. കേരളത്തിലെ മുഴുവൻ അമ്പലത്തിലും ഓഡിറ്റ് നടത്തി മോഷണം പോയ സ്വത്തുക്കൾക്കെതിരെ നടപടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 10,000-ഓളം കമ്മ്യൂണിസ്റ്റുകൾ പ്രതികളാവും. ഒരു കാര്യം പറയുന്നു, അമ്പലത്തിൽ നിന്ന് മോട്ടിച്ചതൊന്നും ക്രിസ്ത്യാനിയുടെ വീട്ടിലില്ല. കമ്മ്യൂണിസ്റ്റുകളുടെ അറിവിലേക്ക് പറയുകയാണ്, കോൺഗ്രസിന്റെ ജിഹാദിയുടെ അറിവിലേക്ക് പറയുകയാണ്, അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല, ക്രിസ്ത്യാനിയുടെ വീട്ടിലില്ല, ഞങ്ങൾ അധ്വാനിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഈ എന്തെല്ലാം നീചമായ വ്യാജ ആരോപണങ്ങളാണ് ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ഇവർ ഉയർത്തിയത്.
ഇപ്പം മുഴുവൻ മോഷ്ടാക്കളായിട്ട് ലേബൽ ഒട്ടിച്ച് നിൽക്കുകയാണ്. കമ്മികളെല്ലാം മോഷ്ടാക്കളായിട്ട് ലേബൽ ഒട്ടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് കള്ളം തെളിഞ്ഞ് ഈ അമ്പലവും ഇതെല്ലാം മോഷ്ടിക്കപ്പെട്ടതിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. ഹിന്ദു സമൂഹത്തിന് പിന്തുണ കൊടുക്കുന്നു. ആ അമ്പലവും കാര്യങ്ങളൊക്കെ ഹിന്ദു സമൂഹത്തിലെ വിശ്വാസികളായ ആൾക്കാർ പുനരുദ്ധരിക്കട്ടെ. അവര് ആ അമ്പലം നല്ല രീതിയിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നടക്കട്ടെ. അതിനുള്ള പിന്തുണ ക്രിസ്തീയ സമൂഹം കൃത്യമായിട്ടും കൊടുക്കും. കാരണം ഈ പൂജയും അമ്പലവും ഒക്കെ ഇവിടെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇതെല്ലാം ഈ ഹിന്ദു സമൂഹം ശക്തമായിട്ട് ഇവിടെ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും തമ്മിൽ തല്ലിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അപലപിക്കുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. എന്തായാലും സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ശബരിമലയെ കൊള്ളയടിക്കുന്നത് ആരാണെന്ന് തെളിഞ്ഞു വരികയാണ്. ഈ രീതിയിൽ UPA സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ അമ്പലങ്ങളെ ക്ഷേത്രങ്ങളെ സമീപിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടന്നിരുന്നു. യഥാർത്ഥത്തിൽ കോടികളുടെ അഴിമതി അല്ലെങ്കിൽ കോടികളുടെ കൊള്ള എന്ന് തന്നെ പറയാം. പരസ്പരം പഴി ചാർത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇപ്പോൾ തന്ത്രിയിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. തന്ത്രി അറിയാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നു. അപ്പോഴും ഇവിടെ ഏറ്റവും ഒടുവിൽ സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ഇതൊന്നും ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അറിയാതെ നടക്കില്ല. ശബരിമലയിലെ അല്ലെങ്കിൽ അത്രയേറെ വിശുദ്ധിയോടെ ഭക്തർ കാണുന്ന ഒരു പ്രദേശത്തിന്റെ സർവ്വപരിശുദ്ധിയും കളഞ്ഞിരിക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. സ്റ്റാൻലി സാർ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിൽ പ്രസാദം പോലും തയ്യാറാക്കുന്നത് ഏത് വിധത്തിലാണ്, എങ്ങനെയുള്ള ആളുകളാണ് എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.